students, in this part we are going to discuss the last part of the chapter, Universe, a Great Wonder. നമ്മൾ ഓൾറെഡി പ്രപഞ്ചത്തെ ഈ ഒരു ചാപ്റ്ററിന്റെ ഫസ്റ്റ് പാർട്ട് ഡീറ്റെയിൽ പഠിച്ചല്ലേ. നമ്മുടെ സോളാർ സിസ്റ്റത്തിലെ എല്ലാ മെമ്പേഴ്സിനെ കുറിച്ചും ഗസ്റ്റുകളെ കുറിച്ചും എല്ലാം കണ്ടു. ഇനി നമുക്ക് സ്റ്റാർസിനെ കുറിച്ചും യൂണിവേഴ്സിനെ കുറിച്ചും പഠിച്ചാലോ? യെസ്. നമ്മളിവിടെ കാണുന്നത് സൺ ആണ് അല്ലേ. നമുക്കറിയാം സണ്ണിന്റെ പ്രത്യേകത എന്താണ്? യെസ്, സൺ ഈസ് ദ ക്ലോസസ്റ്റ് സ്റ്റാർ ടു ദി എർത്ത്. ഭൂമിയോട് ചേർന്ന് നിൽക്കുന്ന ഏറ്റവും അടുത്ത് നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു സ്റ്റാർ ആണ് എന്ത്? സൺ എന്ന് പറയുന്നത് അല്ലെ. ഇറ്റ്സ് എ ബിഗ് സ്റ്റാർ ആൻഡ് ഇറ്റ് എമിറ്റ്സ് ലോട്ട് ഓഫ് ഹീറ്റ് ആൻഡ് ലൈറ്റ് ടു us. ശരിയല്ലേ? അപ്പോ ഇനി നമ്മൾ കാണാൻ പോകുന്ന മറ്റൊരു കാര്യമാണ് മിൽക്കി വേ. നിങ്ങൾ കേട്ട് കാണാം മിൽക്കി വേ. എന്താണ് മിൽക്കി വേ? ആകാശഗംഗ എന്ന് നമ്മൾ മലയാളത്തിൽ പറയും അല്ലെ. യെസ്, a crowd of stars makes a galaxy. കോടിക്കണക്കിന് നക്ഷത്രങ്ങൾ ചേർന്നതാണ് ഒരു ഗാലക്സി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എന്താണ് ഗാലക്സി? സോളാർ സിസ്റ്റം ഉൾപ്പെടുന്ന ഗാലക്സിയെയാണ് നമ്മൾ മിൽക്കി വേ അഥവാ ആകാശഗംഗ എന്ന് പറയുന്നത്. ഇതിൽ തന്നെ ഏകദേശം 10,000 crores stars എന്നാ പറയാ. എത്രയാണ്? 10,000 crores of stars are seen in Milky Way. ഇനി നിങ്ങൾ മനസ്സിലാക്കണം മറ്റൊരു കാര്യം എന്ന് പറയുന്നതാണ്, all the stars have planets that revolve around them. എല്ലാ സ്റ്റാർസിന് ചുറ്റും പ്ലാനറ്റ്സ് റിവോൾവ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ നമുക്ക് സൺ എടുക്കാം. സണ്ണിന് ചുറ്റും പ്ലാനറ്റ്സ് കറങ്ങുന്നുണ്ട് അല്ലെ. മെർക്കുറി, വീനസ്, എർത്ത്, ജൂപ്പിറ്റർ, സാറ്റേൺ, യുറാനസ്, നെപ്റ്റ്യൂൺ. അപ്പൊ ഇത്രയും പ്ലാനറ്റ്സും സണ്ണിന് ചുറ്റും കറങ്ങുന്നുണ്ട്. അതുപോലെ എല്ലാ സ്റ്റാർസിനെ ചുറ്റിയും എന്ത് ചെയ്യുന്നുണ്ട്? ഗ്രഹങ്ങള് കറങ്ങുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്ക് മിൽക്കി വേ കാണാം അല്ലെ. യെസ്, മറ്റൊന്നിലേക്ക് പോകാം. യൂണിവേഴ്സ് അഥവാ പ്രപഞ്ചം. എന്താണ് പ്രപഞ്ചവും അതുപോലെ നമ്മളിപ്പോ നേരത്തെ കണ്ട മിൽക്കി വേ അഥവാ ആകാശഗംഗയും തമ്മിലുള്ള വ്യത്യാസം ഒന്ന് അറിയണ്ടേ? നോക്കാം കേട്ടോ. It is believed that our universe expanded to the present form by a violent explosion. ഒരു ഭീകരമായിട്ടുള്ള ഒരു വയലന്റ് ആയിട്ടുള്ള ഒരു എക്സ്പ്ലോഷൻ അഥവാ ഒരു പൊട്ടിത്തെറിയിൽ നിന്നാണ് നമ്മുടെ പ്രപഞ്ചം ഇന്നത്തെ ഒരു അവസ്ഥയിലേക്ക് എത്തിയതെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത് കേട്ടോ. യൂണിവേഴ്സ് കണ്ടെയ്ൻ മില്യൺസ് ഓഫ് ഗാലക്സീസ്. അപ്പൊ നമുക്കറിയാം മിൽക്കി വേ എന്ന് പറയുന്നത് എന്താണ്? ഗാലക്സിയിൽ ഉൾപ്പെടുന്നതാണ് അല്ലെ. നമ്മുടെ സോളാർ സിസ്റ്റം ഉൾപ്പെടുന്ന ഒരു ഗാലക്സി ആണത്. ഗാലക്സികൾ കൂടി ചേരുമ്പോ എന്തുണ്ടാവും? യൂണിവേഴ്സ് ഉണ്ടാവും കേട്ടോ. മനസ്സിലായല്ലോ? ഇതിൽ തന്നെ ഏകദേശം 100 billions ഓഫ് ഗാലക്സീസ് ആർ പ്രസന്റ്. മിനിമം ആണ് പറയുന്നത്, ഇതിൽ കൂടുതലാവാം. മിനിമം 100 billion ഗാലക്സീസ് എങ്കിലും നമുക്കിവിടെ കാണാൻ സാധിക്കും എന്നാണ് പറയുന്നത്. അതുപോലെ everyone galaxy includes several crores of stars. ഒരുപാട് കോടിക്കണക്കിന് നക്ഷത്രങ്ങൾ ചേരുമ്പോഴാണ് അതൊരു ഗാലക്സി ആയിട്ട് മാറുന്നത്. അപ്പോ നമ്മൾ ഈ പറയുന്ന പ്രപഞ്ചത്തില് മിൽക്കി വേ ഉണ്ട്, സോളാർ സിസ്റ്റം ഉൾപ്പെടുന്നുണ്ട്, നമ്മുടെ ഭൂമിയും ഉൾപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഭൂമിയിലേക്ക് നോക്കുമ്പോ ഇതിന്റെ കംപ്ലീറ്റ് പിക്ചർ നമുക്ക് മനസ്സിലാവാൻ സാധിക്കാതെ. എന്തുകൊണ്ടാ? ആ പ്രപഞ്ചത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ടല്ലേ നമ്മൾ നോക്കുന്നേ. അതുകൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് ആ പ്രപഞ്ചത്തെ വ്യൂ ചെയ്യാൻ നമുക്ക് സാധിക്കുമോ? ഇല്ല കേട്ടോ. Which planet revolves like the wheels of vehicle? വണ്ടികളുടെ വീല് പോലെ നമുക്ക് തോന്നുന്ന ഒരു പ്ലാനറ്റ് അല്ലെങ്കിൽ അങ്ങനെ കറങ്ങുന്ന ഒരു പ്ലാനറ്റ് ഏതാന്ന് പറയാമോ? എക്സാമിന് ചോദിക്കാവുന്ന ഇമ്പോർട്ടന്റ് ചോദ്യമാണ് കേട്ടോ. യെസ്, ഇറ്റ് ഈസ് യുറാനസ്. മനസ്സിലാക്കണം കേട്ടോ. ഇറ്റ് ഈസ് യുറാനസ്. 2022 കഴിഞ്ഞ വർഷത്തെ ക്രിസ്മസ് എക്സാമിന് വന്ന ഒരു ചോദ്യം നമുക്ക് കണ്ടാലോ. ഇതുപോലെ തന്നെ ഇതേ ഫോർമാറ്റിലുള്ള വ്യത്യസ്തമായ ചോദ്യങ്ങൾ നിങ്ങൾക്ക് എക്സാമിന് പ്രതീക്ഷിക്കാം കേട്ടോ. സോളാർ സിസ്റ്റം ഇസ് എ ഫാമിലി ഇൻ വിച്ച് എർത്ത് ഇസ് എ മെമ്പർ അല്ലെ. എർത്ത് മെമ്പർ ആയിട്ടുള്ള ഒരു സോളാർ സിസ്റ്റം ഒരു ഫാമിലിയാണത്. ഇവിടെ നിങ്ങൾക്ക് കാണാവുന്ന എന്താ നോക്കിക്കേ. ഇവിടെ നമുക്ക് സണ്ണിനെ കാണാം. സണ്ണിനെ ചുറ്റിപ്പറ്റി കുറച്ച് ആൾക്കാരൊക്കെയാണ് അല്ലെ, ഗ്രഹങ്ങളുണ്ട്. അതുപോലെ കുറച്ച് ഗ്രഹങ്ങൾ കഴിയുമ്പോൾ നമുക്ക് ആസ്ട്രോയിഡ്സ് കാണാം. കോമറ്റ്, മീറ്റിയോർ, മീറ്ററോയിഡ്സ് പോലെയുള്ള ആസ്ട്രോയിഡ്സ് കാണാം. അത് കഴിയുമ്പോൾ ഔട്ടർ പ്ലാനറ്റ്സും കാണാം. അപ്പൊ ഇന്നർ പ്ലാനറ്റ്സിനെയും ഔട്ടർ പ്ലാനറ്റ്സിനെയും തമ്മിൽ ഒരു ഡിഫറെന്റ് ആയിട്ട് നിർത്തുന്നതാണ് ആര്? ആസ്ട്രോയിഡുകൾ എന്നാണ് നമുക്ക് ഈ ഒരു പിക്ചറിൽ നിന്ന് മനസ്സിലാക്കുന്നത് അല്ലെ. അപ്പൊ ചോദ്യങ്ങൾ കാണണ്ടേ? വരും.
Observe the picture and write down the answers. First one, which is the center of the solar system? Solar systemത്തിന്റെ സെന്ററിൽ ആരാണുള്ളത്? ആരാണ്? Sun ആണ്. It is the star. And name the planets in which asteroids are located. Asteroids വരുന്നത് എവിടെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. Asteroids നമുക്കറിയാലോ, അതായത് മാർസിന്റെയും ജൂപ്പിറ്ററിന്റെയും ഇടയിലാണ് അല്ലെ. അപ്പൊ ഇൻ ബിറ്റ്വീൻ വിച്ച് സ്റ്റാർസ് എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമുക്ക് എന്താണ് ആൻസർ ആയിട്ട് ഇവിടെ എഴുതേണ്ടത്? ഏത് രണ്ട് ഗ്രഹങ്ങളുടെ ഇടയിലാണ് ആസ്ട്രോയിഡ് കാണുക? യെസ്, മാർസിനും ജൂപ്പിറ്ററിന്റെയും ഇടയിലാണ് കാണുന്നത്. മനസ്സിലായല്ലോ? അടുത്ത ചോദ്യം, ലിസ്റ്റ് ആർ ദ കണ്ടീഷൻസ് ടു കൺസിഡർ എ സെലസ്റ്റിയൽ ബോഡി ആസ് എ പ്ലാനറ്റ് ആൻഡ് കംപ്ലീറ്റ് ദ ടേബിൾ. അതായത് നമുക്കൊരു കോളം കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു പ്ലാനറ്റിന് എന്തൊക്കെയാണ് വേണ്ട പ്രധാനപ്പെട്ട പോയിന്റുകൾ ഒരു പ്ലാനറ്റ് ആയിട്ട് കണക്കാക്കണം. ഗ്രഹം എന്ന് പറയണമെങ്കിൽ അതിന്റെ പ്രത്യേകതകൾ എന്താണെന്ന് നിങ്ങൾ ഇവിടെ രണ്ട് കോളത്തിൽ എഴുതാനാ പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാലോ എന്താണ് പ്രത്യേകത. ഒരു പ്ലാനറ്റ് ആവണമെങ്കിൽ അത് എന്തൊക്കെ വേണം? ഇറ്റ് ഷുഡ് ഹാവ് ഇറ്റ്സ് ഓൺ ഓർബിറ്റ് അല്ലേ. സ്വന്തമായിട്ട് കറങ്ങാനായിട്ട് ഒരു പാത്ത് വേണം, ഒബ്സ്റ്റക്കിൾ ഫ്രീ ആയ പാത്ത്. അതാണ് ഓർബിറ്റ് എന്ന് പറയുന്നത്. അതുപോലെ ഇറ്റ് ഷുഡ് റിവോൾവ് അറൗണ്ട് ദ സൺ, ഇറ്റ് ഷുഡ് റിവോൾവ് അറൗണ്ട് അതർ പ്ലാനറ്റ്സ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് എഴുതാം. അതുപോലെ മറ്റൊരു പോയിന്റ് കൂടെ എഴുതാലോ, ഇറ്റ് ഷുഡ് റൊട്ടേറ്റ്, കറങ്ങണം അല്ലേ, കറങ്ങണം. ഇത്രയും പോയിന്റിൽ ഏത് വേണമെങ്കിലും എക്സാമിൽ നിങ്ങൾക്ക് എഴുതാം കേട്ടോ. ഇതെല്ലാം തന്നെ എന്തിന് എക്സാമ്പിൾ ആണ്? ഇതെല്ലാം തന്നെ ഒരു പ്ലാനറ്റിന് ആയിട്ട് കൺസിഡർ ചെയ്യാൻ വേണ്ട കാര്യങ്ങളാണ്. ഓർക്കണം, ഇതൊന്നും ഇല്ലെങ്കിൽ if it does not have an orbit, if it does not rotate, if it should not revolve around other planets, ഇതൊക്കെ വരുവാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഡോർഫ് പ്ലാനറ്റ് ആണെന്ന് പറയാം. ക്ലിയർ ആണല്ലോ? യെസ്. മൂവിംഗ് ടു യെറ്റ് another important question again asked in 2022. കാണാം, many celestial bodies revolve around the sun. അങ്ങനെയാണെങ്കിൽ which is the closest star to the earth? ഭൂമിയോട് ചേർന്ന് നിൽക്കുന്ന അടുത്ത് നിൽക്കുന്ന സ്റ്റാർ ഏതാണ്? സൺ ആണ്. Find out and write down the correct statements about the stars given from the statements below. നമുക്ക് ഇവിടെ 4 സ്റ്റേറ്റ്മെന്റുകൾ കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഏതെല്ലാം സ്റ്റേറ്റ്മെന്റുകളാണ് നക്ഷത്രങ്ങളെ കുറിച്ച് ശരിയായത് എന്ന് നിങ്ങൾ തിരഞ്ഞെടുത്ത് എഴുതണം. നോക്കാം. Celestial bodies that rotate themselves. സ്വയം കറങ്ങുന്നവരാണ് സ്റ്റാറുകൾ. സ്റ്റാർസ് സ്വയം കറങ്ങുന്നുണ്ട്. അടുത്തത് പറയുന്നത് emit heat and light in large quantities. ശരിയല്ലേ? സൂര്യനെ ഉദാഹരണമായിട്ട് നോക്കിയത് നമുക്കറിയാം, അത് ഒരുപാട് ഹീറ്റും ലൈറ്റും എമിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ സെക്കൻഡ് പോയിന്റ് കറക്റ്റ് ആണ് അല്ലേ. revolves on its orbit. Celestial bodies burn by themselves. സ്വന്തമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ബേൺ ചെയ്യുന്നുണ്ട്. അങ്ങനെ സ്വയം കത്തിയാണ് നമുക്ക് പ്രകാശവും അതുപോലെ ചൂടും തരുന്നത് അല്ലെ. അപ്പൊ ഈ രണ്ടാമത്തെയും നാലാമത്തെയും പോയിന്റ് കറക്റ്റ് ആണ് സ്റ്റാർസിനെ കുറിച്ച് പറയുമ്പോ. മാറിപ്പോകരുത് കേട്ടോ. ചിലപ്പോ ഇതേ ചോദ്യം തന്നെ പ്ലാനറ്റ്സ് വെച്ചും വരാറുണ്ട്. ലാസ്റ്റ് ഈ ഒരു സബ് ക്വസ്റ്റ്യൻ നോക്കാം. റൈറ്റ് ഡൗൺ ദ ഫീച്ചേഴ്സ് ഓഫ് ഡോർഫ് പ്ലാനറ്റ്. കുറച്ചും നമ്മൾ പറഞ്ഞതാണ് അല്ലെ, എന്തൊക്കെയാണ് ഡോർഫ് പ്ലാനറ്റിന് വേണ്ടത്. അതായത് അതിനൊരു ഒബ്സ്റ്റക്കിൾ ഫ്രീ പാത്ത് പാടില്ല അല്ലെ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് പ്ലാനറ്റ് ആയിട്ട് മാറും. ഇറ്റ് ഷുഡ് നോട്ട് ഹാവ് an obstacle free orbit, it should not rotate, it should not revolve around other planets. ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ വേണം കേട്ടോ. മറ്റൊരു ചോദ്യത്തിലേക്ക് പോകുന്നു. Again, sun is the center of the solar system എന്ന് പറയുന്നുണ്ട്. പ്ലാനറ്റ്സ് എന്ന് പറയുന്ന സെലസ്റ്റിയൽ ബോഡീസ് ആണ്. സ്വന്തം ആക്സിസിൽ അവർ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ സണ്ണിനെ ചുറ്റിയും അവർ റിവോൾവ് ചെയ്യുന്നുണ്ട്. റൊട്ടേഷനും പോസിബിൾ ആണ്, റെവല്യൂഷനും പോസിബിൾ ആണ്. സ്വയം ഒന്ന് കറങ്ങുമ്പോഴാണ് നമുക്ക് എന്ത് പറയാ, ഒറ്റ തവണ ഒന്ന് സ്വയം കറങ്ങുമ്പോൾ ഭൂമി ഒരു രാവും പകലും കംപ്ലീറ്റ് ചെയ്യും. സണ്ണിനെ ചുറ്റി ഒരു തവണ വരുമ്പോഴോ ഒരു വർഷം കൊണ്ട് അത് പൂർത്തിയാക്കുന്നത് അല്ലെ. 365 and 1/4 days അതിന് വേണം. അതിനെയാണ് നമ്മൾ എന്ത് പറയാ, റെവല്യൂഷൻ. റൊട്ടേഷൻ കൊണ്ട് ഡേ ആൻഡ് നൈറ്റ് ഉണ്ടാവുന്നുണ്ടെങ്കിൽ റെവല്യൂഷൻ കൊണ്ട് എന്താ ഉണ്ടാവുന്നത്? സീസണൽ ചേഞ്ചസ് ആണ്. സീസൺസ് മാറി വരുന്നു. ക്ലിയർ ആണല്ലോ? ക്വസ്റ്റ്യൻ നോക്കാം. Which is the farthest planet from the sun? സണ്ണിൽ നിന്നും ഏറ്റവും ദൂരെയുള്ള പ്ലാനറ്റ് ഏതാണ്? നമുക്കറിയാലോ എന്താണ് അതിന്റെ ആൻസർ. യെസ്, നമുക്കത് ഇവിടെ എഴുതി പോകാം. The farthest planet is Neptune. പ്ലൂട്ടോ അല്ല, കാരണം പ്ലൂട്ടോയെ ഇന്റർനാഷണൽ ആസ്ട്രോണമിക്കൽ യൂണിയൻ എന്ത് ചെയ്തു? ഡോർഫ് പ്ലാനറ്റ്, കുള്ളൻ ഗ്രഹം എന്ന് ഇപ്പോ സ്ഥാനം മാറ്റി കൊടുത്തല്ലേ.
Draw an illustration of the solar system and mark the planets having the following features. അപ്പൊ പറയുന്നുണ്ട്, ഇപ്പൊ ഇവിടെ നമുക്ക് 4 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇവരെന്ത് ചെയ്യാ, നിങ്ങൾ സോളാർ സിസ്റ്റം വരച്ച് നിങ്ങൾ അടയാളപ്പെടുത്താൻ പറയുന്നത്. മിസ് ഇപ്പൊ അത് കാണിക്കുന്നില്ല, നിങ്ങൾക്ക് അറിയാലോ. നിങ്ങൾ ആദ്യമേ സണ്ണിനെ വരയ്ക്കുക. ജസ്റ്റ് സൺ വരയ്ക്കുമ്പോൾ റേസ് കൊടുക്കാൻ മറക്കരുത്. അതിനുശേഷം ഓരോ ഓർബിറ്റ്സ് ഇങ്ങനെ കാണിച്ചാൽ മതി. ഇപ്പൊ മെർക്കുറി ആണെങ്കിൽ അങ്ങനെ മാർക്ക് ചെയ്യുക, നിങ്ങൾക്കറിയാം. ജസ്റ്റ് നമുക്ക് ആൻസേഴ്സ് നോക്കാം. ലാർജസ്റ്റ് പ്ലാനറ്റ് ഏതാണ്? ജൂപ്പിറ്റർ ആണ് അല്ലെ, ജൂപ്പിറ്റർ. നിങ്ങൾ എന്നോടൊപ്പം ആൻസേഴ്സ് പറയാ കേട്ടോ. പ്ലാനറ്റ് വെരി ക്ലോസ് ടു ദ സൺ, സൂര്യനോട് ചേർന്ന് നിൽക്കുന്നത്. ആ ഗ്ലെയറോട് നമുക്ക് ചിലപ്പോൾ അത് വിസിബിളും ആവില്ല. ആരാത്? മെർക്കുറി. വെരി ഗുഡ്, മെർക്കുറി ആണ് നമ്മുടെ ആൻസർ. അടുത്ത സബ് ക്വസ്റ്റ്യൻ, പ്ലാനറ്റ് ഹാവിംഗ് മൂൺ ആസ് എ സാറ്റലൈറ്റ്. ഒരേ ഒരു സാറ്റലൈറ്റ് ഉള്ളത് മൂണാണ്. ആരാണ് അവര്? യെസ്, ആ ഗ്രഹമാണ് ഭൂമി അഥവാ എർത്ത്. ഇനി ബ്രൈറ്റസ്റ്റ് പ്ലാനറ്റ് നമ്മൾ പറഞ്ഞായിരുന്നു അല്ലെ, വീനസ്. മക്കളെ, നിങ്ങൾക്ക് ഇതെല്ലാം മാർക്ക് ചെയ്യാൻ അറിയാലോ. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത്, ജൂപ്പിറ്റർ എവിടെയാണ്, അതിന്റെ അവിടെ കൊണ്ടിട്ട് എ എന്ന് എഴുതുക. മെർക്കുറി, പ്ലാനറ്റ് വെരി ക്ലോസ് ടു എർത്ത്, മെർക്കുറി. അപ്പൊ നമ്മൾ ഇവിടെ എന്ത് ചെയ്യണം? ഇത് മെർക്കുറി ഇത് മാർക്ക് ചെയ്ത് നമ്മൾ ആൻസർ ബി എന്ന് എഴുതുക. കാരണം ഇത് ബി സബ് ക്വസ്റ്റ്യൻ ആണ്. പ്ലാനറ്റ് ഹാവിംഗ് മൂൺ ആസ് എ സാറ്റലൈറ്റ് എർത്ത് ആണ്. അപ്പൊ മെർക്കുറി, വീനസ്, ഇതാണ് എർത്ത്. അതിന്റെ അവിടെ നമ്മൾ എന്ത് കൊടുക്കുന്നു? സി എന്ന് കൊടുക്കുന്നു. അതുപോലെ ബ്രൈറ്റസ്റ്റ് പ്ലാനറ്റ് ബി അല്ലേ, അപ്പൊ നമ്മൾ ഇവിടെ വീനസ് മാർക്ക് ചെയ്യുക, എന്നിട്ട് ഡി എന്ന് കൊടുക്കുക. ഇങ്ങനെയാണ് എക്സാമിന് നിങ്ങൾ മാർക്ക് സ്കോർ ചെയ്യേണ്ടത്. വരച്ചു നോക്കണം സോളാർ സിസ്റ്റം, നിങ്ങൾക്ക് എക്സാമിന് അത് വരും കേട്ടോ. മറ്റൊരു ചോദ്യത്തിലേക്ക് പോകുന്നു. അപ്പാർട്ട് ഫ്രം പ്ലാനറ്റ്സ് ആൻഡ് സ്റ്റാർസ്, നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും മാത്രമല്ല, അല്ലാതെ കുറച്ച് ഗസ്റ്റുകൾ നമുക്ക് സോളാർ സിസ്റ്റത്തിൽ കാണാം അല്ലെ. ആസ്ട്രോയിഡ്സ് ആയിട്ടുള്ള കോമറ്റുകൾ, വാൽ നക്ഷത്രങ്ങള്, മീറ്റിയോർസ്, മീറ്ററൈറ്റ്, മീറ്റിയോറുകള് അല്ലെ. അതുപോലെ തന്നെ മറ്റു ചില പ്രധാനമായിട്ട് ഹാലിസ് കോമറ്റിനെ പോലെയുള്ള സാറ്റലൈറ്റിനെ പോലെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. അത് മാൻമെയ്ഡും ആവാം, അതുപോലെ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സ്, എറ്റിസാറ്റ് പോലെയുള്ള ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സും ആകാം. അപ്പോൾ ഇൻ വിച്ച് നെയിം ദ റോക്ക് ഫ്രാഗ്മെന്റ്സ് റിവോൾവ് അറൗണ്ട് ദ സൺ ഇൻ ബിറ്റ്വീൻ മാർസ് ആൻഡ് ജൂപ്പിറ്റർ ഇസ് നോൺ. അതായത് മാർസിനും ജൂപ്പിറ്ററിന്റെ ഇടയിലുള്ള റോക്ക് ഫ്രാഗ്മെന്റുകൾ എന്തായിട്ടാണ് നിൽക്കുന്നത്? പറഞ്ഞേ. യെസ്, ആസ്റ്ററോയിഡ്സ്. ആസ്റ്ററോയിഡ്സ് ക്ലിയർ ആണല്ലോ. അതിന് നമ്മൾ ആസ്ട്രോയിഡ് ബെൽറ്റ് എന്ന് ജസ്റ്റ് പറയാറുണ്ട് കേട്ടോ. Did you enjoy night scenes in the sky? Of course, നമുക്ക് എപ്പോഴും സന്തോഷല്ലേ രാത്രി സ്കൈയിലേക്ക് നോക്കി നക്ഷത്രങ്ങളൊക്കെ എണ്ണാൻ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് അല്ലേ. How can we identify planets and stars? നമ്മൾ കാണുന്ന ഒരു സ്റ്റാർ ആണോ പ്ലാനറ്റ് എന്ന് എങ്ങനെ മനസ്സിലാക്കാം? നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം, പ്ലാനറ്റ് കമ്പാരിറ്റീവ്ലി ബിഗറും സ്റ്റാർസ് കുറച്ചും കൂടി ദൂരം കൂടുതലായതുകൊണ്ട്, ശരിക്കും സ്റ്റാർ ആ ബിഗർ, പക്ഷെ പ്ലാനറ്റ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കൂടുതൽ ദൂരത്താണ് സ്റ്റാർ. അതുകൊണ്ട് തന്നെ നമുക്കത് കുറച്ചും കൂടി ചെറുതായിട്ടേ കാണത്തുള്ളൂ. അതുപോലെ പ്ലാനറ്റ്സ് ട്വിങ്കിൾ ചെയ്യില്ല, അതേസമയം സ്റ്റാർസ് എന്ത് ചെയ്യും? സ്റ്റാർസ് വിൽ ട്വിങ്കിൾ അല്ലെ. ട്വിങ്കിൾ ട്വിങ്കിൾ ലിറ്റിൽ സ്റ്റാർ, ഓർമ്മയുണ്ടല്ലോ. ഈ 2 പോയിന്റ്സ് നിങ്ങൾ ഓർത്തു വെക്കണം കേട്ടോ. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റ്യനിൽ പ്രധാനമായിട്ടും അറിഞ്ഞിരിക്കേണ്ടത്. ഇനി മറ്റൊരു സബ് പാർട്ടിലേക്ക് പോകുന്നു. There are certain conditions for a celestial body to be considered as a planet. ഓൾറെഡി നമ്മൾ ഇത് പറഞ്ഞു കഴിഞ്ഞതാ. ഇവിടെ സ്റ്റേറ്റ്മെന്റ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിൽ ഏതെല്ലാമാണ് പ്ലാനറ്റിനെ കുറിച്ച് ശരിയായ സ്റ്റേറ്റ്മെന്റ് എന്നാണ് നിങ്ങൾ പറയേണ്ടത്. ഷുഡ് ഹാവ് ഇറ്റ്സ് ഓൺ ഓർബിറ്റ്, വേണമല്ലോ. ഷുഡ് റിവോൾവ് അറൗണ്ട് അതർ പ്ലാനറ്റ്, ഒരു പ്ലാനറ്റ് മറ്റൊരു പ്ലാനറ്റിനെ വലം വെക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ലല്ലേ. ഇറ്റ് ഷുഡ് റിവോൾവ് അറൗണ്ട് ദ സൺ, അതുകൊണ്ടല്ലേ സോളാർ സിസ്റ്റം ഉള്ളത്. അതുപോലെ ഇറ്റ് ഷുഡ് നോട്ട് റൊട്ടേറ്റ് ചെയ്യാൻ പാടില്ലെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. എർത്ത് റൊട്ടേറ്റ് ചെയ്യുന്നില്ലേ, അതുകൊണ്ടല്ലേ ഡേ ആൻഡ് നൈറ്റ് ഉള്ളത്. അപ്പൊ ഇത് തെറ്റാണ് കേട്ടോ. അപ്പൊ ഇത് 2 തെറ്റാണ്. ഫസ്റ്റ് ആൻഡ് തേർഡ് ആണ് കറക്റ്റ് വൺ. ഇത് 2018 വന്നിട്ടുള്ള ഒരു ചോദ്യമാണ് കേട്ടോ. അപ്പോ ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ കൂടി നോക്കാം. The celestial bodies that rotate themselves while revolving around the sun are called planets. എന്താ പ്ലാനറ്റ് നോക്കി നമുക്ക് ഈ ഒരു ആൻസർ എഴുതാം കേട്ടോ. എന്താണ്? The celestial bodies that rotate themselves while revolving around the sun. സൂര്യനെ ചുറ്റി റിവോൾവ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ സ്വയം കറങ്ങിക്കൊണ്ടിരിക്കുന്നവരാണ് ആര്? ഗ്രഹങ്ങൾ. മനസ്സിലായല്ലോ? യെസ്, they have various features. ഓരോ ഗ്രഹങ്ങൾക്കും അവരുടേതായ പ്രത്യേകതകൾ നമ്മൾ പാർട്ട് 1 കണ്ടതാ. ആരെങ്കിലും പാർട്ട് 1 കാണാത്തുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ അത് നിങ്ങൾ പോയി കാണണം. അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടി കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാവും. ഇനി പറയുന്നത് ഇവിടെ കുറച്ച് ഫീച്ചേഴ്സ് വീനസിന് കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ സിമിലർ ആയിട്ടുള്ളൊരു ഐഡന്റിറ്റി കാർഡ് നമുക്ക് എർത്തിന് ഉണ്ടാക്കണം. നമുക്ക് എല്ലാവർക്കും ID കാർഡ് ഇല്ലേ, സ്കൂളിലാണെങ്കിലും വോട്ടേഴ്സ് ID ആണെങ്കിലും ഞങ്ങൾക്കൊക്കെ ഉണ്ട്. നിങ്ങൾ കുറച്ച് കഴിയുമ്പോൾ കിട്ടും. അങ്ങനെയാണെങ്കിൽ വീനസിനെ പോലെ തന്നെ എർത്തിന് സ്വന്തമായിട്ട് അഡ്രസ് ഒന്നും ഇല്ലല്ലോ. അപ്പൊ നമുക്ക് എന്തൊക്കെ ഫീച്ചേഴ്സ് ഈ ID കാർഡിൽ ഉൾപ്പെടുത്താൻ പറ്റും നോക്കാം കേട്ടോ. വീനസ് നിങ്ങൾക്കറിയാം ബ്രൈറ്റസ്റ്റ് പ്ലാനറ്റ് ആണ്, ഹോട്ടസ്റ്റ് പ്ലാനറ്റ് ആണ്, സ്വന്തമായിട്ട് സാറ്റലൈറ്റുകൾ ഒന്നുമില്ല, പാവം അല്ലേ.
അപ്പൊ നമ്മുടെ എർത്ത് അങ്ങനെയാണോ? അല്ല. ഉള്ള പ്ലാനറ്റ്സിൽ ഏറ്റവും എന്താ പറയാ വെയിറ്റ് കൂടി അല്ലെങ്കിൽ അത്യാവശ്യം ഒരു ഹെഡ് വെയിറ്റ് ഉള്ള ആളാണ് ആര്? എർത്ത് അല്ലേ. അതിന്റെ കാരണം എന്താണ്? ബിക്കോസ് ലൈഫ് എക്സിസ്റ്റ് ഓൺലി ഇൻ ദിസ് പ്ലാനറ്റ്. അപ്പൊ അതല്ല ആദ്യം എഴുതേണ്ടത്. യെസ്, the only planet where life exists. Only planet where life exists. അടുത്തത് എർത്തിന്റെ മറ്റൊരു കാര്യം പറയുവാണെങ്കിൽ നമുക്കത് സ്പേസിൽ നിന്ന് നോക്കുവാണെങ്കിൽ എന്തായിട്ട് തോന്നും? ബ്ലൂ ആയിട്ട് തോന്നുന്നുണ്ട് അല്ലേ? അതിന്റെ കാരണം 2/3 of the earth's surface is covered with water. പിന്നെ ഭൂമിയെ കുറിച്ച് നമുക്ക് മറ്റെന്ത് പറയാം? അതിന് സ്വന്തമായിട്ടൊരു സാറ്റലൈറ്റ് ഇല്ലേ? ഒരേ ഒരു സാറ്റലൈറ്റേ ഉള്ളൂ. അതാണ്, അതിന്റെ പേരെന്താണ്? നമുക്ക് അതിനെ മൂൺ എന്ന് വിളിക്കാം അല്ലെ? അതിന്റെ പേരാണ് മൂൺ. അപ്പൊ 1 സാറ്റലൈറ്റ് ആണ് നമ്മുടെ എർത്തിനുള്ളത്. അതിന്റെ പേരാണ് എന്ത്? അപ്പൊ സ്വന്തമായിട്ട് ID കാർഡ് ആയല്ലോ എർത്തിന്. ഇതുപോലെ ഓരോ പ്ലാനറ്റ്സിനെ കുറിച്ചിട്ട് മിസ് കുറച്ച് ഇമ്പോർട്ടന്റ് ഫീച്ചേഴ്സ് പറഞ്ഞായിരുന്നു. പാർട്ട് 1 കാണുക. എന്നിട്ട് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിലോ എക്സാം പോയിന്റ് ഗൈഡ് എടുക്കുക. ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസും പ്രീവിയസ് ഉള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എല്ലാം നിങ്ങൾക്ക് അവിടെ കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് പഠിക്കുക. കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് എല്ലാ കൺസെപ്റ്റുകളും ക്ലിയർ ആക്കി എക്സാമിന് പോകണം കേട്ടോ. നമ്മുടെ ഇവിടെ കാണുന്ന ഈ അതേ ക്വസ്റ്റിന് സബ് പാർട്ട് ആണ്, ബി ആണ്. ഇവിടെ കൊടുത്തിരിക്കുന്നത് പ്ലാനറ്റ്സിന്റെ സണ്ണിൽ നിന്നുള്ള ദൂരത്തിന്റെ അടിസ്ഥാനത്തിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ABC നിങ്ങൾ ഫില്ല് ചെയ്യണം. അത് ഏത് പ്ലാനറ്റ് ആണെന്നുള്ളത്. മെർക്കുറി കഴിഞ്ഞാൽ വീനസ് ആണ്. പിന്നെ വരുന്ന പ്ലാനറ്റ് ഏതാണ്? യെസ്, അതവിടെ കൊടുത്തിട്ടുണ്ട്. ദാറ്റ് ഈസ് എർത്ത്. അത് കഴിഞ്ഞാലോ മാർസ്. മാർസ് കഴിഞ്ഞാൽ പിന്നെ ആരാ? യെസ്, അതാണ് ജൂപ്പിറ്റർ. ഇനി ജൂപ്പിറ്റർ കഴിഞ്ഞാൽ സാറ്റേൺ. സാറ്റേൺ കഴിഞ്ഞാലോ? യെസ്, ഇറ്റ് ഈസ് യുറാനസ്. യുറാനസ് കഴിഞ്ഞാൽ നെപ്റ്റ്യൂൺ. ഇത് 2021 വന്നിട്ടുള്ള ഒരു ആനുവൽ എക്സാമിന്റെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പോ ഇതിന്റെ ആൻസർ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമ്മൾ ഈ ഒരു ചാപ്റ്ററിലെ യൂണിവേഴ്സ് എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്ററിലെ എല്ലാ കാര്യങ്ങളും തന്നെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഉൾപ്പെടെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ എക്സാം പോയിന്റിനോടൊപ്പം ഈ ക്രിസ്മസ് എക്സാമിന് മാക്സിമം സ്കോർസ് നേടിയെടുക്കാൻ എല്ലാവരും റെഡിയാണെന്ന് അറിയാം. അപ്പൊ ഉഷാറായി തന്നെ പഠിച്ചോ. ഇതുപോലെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഷുവർ ആയിട്ട് എല്ലാവർക്കും ഫുൾ മാർക്സ് തന്നെ കിട്ടും കേട്ടോ. അപ്പോ അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ ബൈ ബൈ.